അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും ഇടിമിന്നൽ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഭയമാണല്ലേ. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷേ എനിക്കുണ്ട്. എൻ്റെ വീട്ടിൽ 2-3 പേർക്കൊക്കെ നല്ല പേടിയാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾക്ക് ഇടി വെട്ടുമ്പോൾ ഞങ്ങൾ ഉമ്മയുടെ അടുത്ത് ചെന്നിരിക്കും. ഉമ്മ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെയായിരുന്നു. ഇടിമിന്നലും കാറ്റും ഉണ്ടാകുമ്പോൾ ഉമ്മ അടുത്തേക്ക് വിളിക്കും, അവിടെ ഇരുത്തും. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ മറ്റു റൂമിലേക്ക് പോവുകയുള്ളൂ. എന്തായാലും പടച്ച തമ്പുരാൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഭയവും ആശയും ജനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മിന്നൽ പിണർ കാണിച്ചു തരുന്നത് അള്ളാഹുവാണ്. ഭാരമുള്ള മേഘങ്ങളെ അവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇടിനാദം അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവനെ പ്രകീർത്തിക്കുന്നു. അവനെപ്പറ്റിയുള്ള ഭയത്താൽ മലക്കുകളും അവനെ പ്രകീർത്തിക്കുന്നു. അവൻ ഇടിവാളുകൾ അയക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. അവിശ്വാസികൾ അതിശക്തമായി തന്ത്രം പ്രയോഗിക്കുന്നവരത്രേ അവർ. ഇത് സൂറത്തു റഅദിൽ 12-13 ആയത്തിൽ പറയുന്നതാണ്. സൂറത്തു റൂമിൽ 24-ാമത്തെ ആയത്തിൽ പറയുന്നു, ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും ആകാശത്ത് നിന്ന് വെള്ളം ചൊരിയുകയും അതുമൂലം ഭൂമിക്ക് അതിൻ്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. തീർച്ചയായും ഇതിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനതയ്ക്ക് ദൃഷ്ടാന്തമുണ്ട്. ജന്മമല്ല കർമ്മമാണ് വിജയമാർഗം. അൽ-ബഖറ സൂറത്തിൽ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരോ യഹൂദമതം സ്വീകരിച്ചവരോ ക്രൈസ്തവരോ ഹിന്ദുക്കളോ ആരുമാകട്ടെ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. കഴിഞ്ഞുപോയ ഒരു സമുദായമുണ്ടായിരുന്നു. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർക്കാകുന്നു. നിങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കും. അവർ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. നിങ്ങൾ യഹൂദരോ ക്രൈസ്തവരോ ഹിന്ദുവോ മുസൽമാനോ ആരും ആയാലും നേർവഴിയിലാകൂ എന്നാണ് അവർ പറയുന്നത്. എന്നാൽ നീ പറയുക, അതല്ല, വക്രതയിലില്ലാത്ത ശുദ്ധമനസ്കനായിരുന്ന ഇബ്രാഹിമിൻ്റെ മാർഗമാണ് നീ പിൻപറ്റേണ്ടത്. അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നില്ല. ഗ്രാമീണ അറബികൾ പറയുന്നു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. നീ പറയുക, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, എന്നാൽ ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവേയും അവൻ്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലങ്ങളിൽ നിന്ന് യാതൊന്നും അവൻ കുറവ് വരുത്തുകയില്ല. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സൂറത്തു തഹ്രീമിൽ 10-12 ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, സത്യനിഷേധികൾക്ക് ഉദാഹരണമായി നൂഹിൻ്റെ ഭാര്യയെയും ലൂത്തിൻ്റെ ഭാര്യയെയും അള്ളാഹു ഇതാ എടുത്തു കാണിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും നമ്മുടെ ദാസന്മാരിൽപ്പെട്ട സൽവൃത്തരായ 2 ദാസന്മാരുടെ കീഴിലായിരുന്നു. എന്നിട്ട് അവരെ രണ്ടുപേരെയും അവർ വഞ്ചിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് യാതൊന്നും അവർ രണ്ടുപേരും ഇവർക്ക് ഒഴിവാക്കി കൊടുത്തില്ല. നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ കിടക്കുന്നവരോടൊപ്പം കടന്നുകൊള്ളുക എന്ന് പറയപ്പെടുകയും ചെയ്തു. സത്യവിശ്വാസികൾക്ക് ഒരു ഉപമയായി അള്ളാഹു ഫിർഔൻ്റെ ഭാര്യയെ എടുത്തു കാണിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞ സന്ദർഭം, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്നും ഒരു ഭവനം ഉണ്ടാക്കിത്തരികയും ഫിർഔനിൽ നിന്ന് അവൻ്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. അക്രമികളായ ജനങ്ങളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. തൻ്റെ ഗുഹ്യസ്ഥാനം കാത്തുസൂക്ഷിച്ച ഇമ്രാൻ്റെ മകളായ മറിയമിനെയും ഉപമയായി എടുത്തു കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് നാം അതിൽ ഊതുകയുണ്ടായി. തൻ്റെ രക്ഷിതാവിൻ്റെ വചനങ്ങളിലും ഗ്രന്ഥങ്ങളിലും അവൾ വിശ്വസിക്കുകയും അവൾ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലാവുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നമ്മൾ വിശ്വാസത്തോടു കൂടി ജീവിച്ച് നല്ല മനുഷ്യരായി മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.